ബഹുമാന്യരെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും സ്നേഹ വന്ദനം. നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത എന്ന വിഷയത്തിന്റെ വിശകലനം മറ്റൊരു വേദവാക്യത്തിൽ കൂടെ ഇന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വേദവാക്യം ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മള് നിങ്ങളുടെ പ്രാർത്ഥനയാലും ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് പൗലൂസ് പറഞ്ഞ ഭാഗമാണ് ചിന്തിച്ചത്. ആ വാക്യത്തിൽ നിന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടെ ഒന്നിച്ചു വന്നാൽ മാത്രമേ പൗലൂസിന് രക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ എന്ന് ദുർവ്യാഖ്യാനം ചെയ്തതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഈ വാക്യാംശം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പൗലൂസ് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പൗലൂസ് പറയുന്നത് കൊണ്ട് ഈ രക്ഷ പ്രവർത്തിയാലാണ്, അത് വിശ്വാസത്താൽ അല്ല എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുകയാണ്. ഇതിനോടൊക്കെ എത്രയോ വേദവാക്യങ്ങൾ കൂടി, പഴയ നിയമ പുതിയ നിയമ വേദവാക്യങ്ങൾ കൂടെ നമ്മുടെ ആത്മരക്ഷ പ്രവർത്തിയാൽ അല്ല എന്നും അത് കൃപയാൽ മാത്രമാണെന്നും യേശുക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിലിനാൽ മാത്രമാണെന്നും മാനസാന്തരമാണ് അതിന്റെ മുന്നോടിയായ അനുഭവമെന്നും കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസമാണ് അതിന് ആധാരമായിരിക്കുന്നത് എന്നും എത്രയും വ്യക്തമായി തെളിവുകളുടെ സഹായത്തോടെ നമ്മൾ പഠിക്കുകയുണ്ടായി. എഫേസ്യർ 2:5-8 ഈ വാക്യങ്ങൾ, തീത്തോസ് 3:4-5 വാക്യങ്ങൾ, 2 തിമോത്തി 1:9-10 വാക്യങ്ങൾ, ഇതെല്ലാം കൃപയാലുള്ള രക്ഷയെ ഊട്ടിയുറപ്പിക്കുന്ന വചന ഭാഗങ്ങളാണ്. എന്നാൽ എന്താണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പൗലൂസ് പറയുന്നതിന്റെ സാരം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോവുകയാണ്. ഫിലിപ്പി ലേഖനത്തിലെ കേന്ദ്ര വിഷയം സന്തോഷം എന്നുള്ളതാണ്. ഈ ലേഖന വ്യാഖ്യാതാക്കൾ ഇതിനെ നാമകരണം ചെയ്യുമ്പോൾ സന്തോഷത്തിന്റെ ലേഖനം എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. സന്തോഷം എന്ന വാക്ക് 14 പ്രാവശ്യം ഈ 4 അധ്യായങ്ങളുള്ള ചെറിയ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രായോഗിക തലത്തിൽ കാണിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ അതിന് നേരെ വിപരീതമായി പൗലോസ് താൻ തന്നെ കാരാഗ്രഹത്തിലായിരിക്കാലും ഈ ലേഖനം എഴുതുന്ന സമയത്ത് അദ്ദേഹം തന്റെ ജീവിതാനുഭവത്തിന് നേരെ വിപരീതമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്തോഷത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ സന്തോഷം സന്തോഷം എന്ന് ആവർത്തിച്ച് 14 പ്രാവശ്യം പറയുന്നു. ഈ ഫിലിപ്പിയിലെ വിശ്വാസികളുടെ സന്തോഷത്തിന് തകരാറ് സംഭവിച്ച ചില സംഗതികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ചിലർ അസൂയയിലും പിണക്കത്തിലും ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രസംഗിക്കുന്നവരായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 15 വാക്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്, ചിലർ അസൂയയും പിണക്കം നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോട് തന്നെ, എങ്കിലും ഞാൻ അതിൽ സന്തോഷിക്കുന്നു, അവർ ക്രിസ്തുവിന്റെ ക്രൂശിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വാക്യങ്ങൾ. അതുപോലെ തന്നെ അവിടെ പെറുവെറുപ്പും വാദവും ഉണ്ടായിരുന്നു. എല്ലാം പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ എന്ന് പൗലൂസ് പറയുന്നത് ആ ബന്ധത്തിലാണ്. അത് 2-ാം അധ്യായത്തിന്റെ 14 വാക്യം. സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ക്രിസ്തുവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോതുകയും സ്വന്തുകയും പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഭിന്നതയും ആശയ വൈപരീത്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല ചിലര് ഈ ദുരഭിമാനത്താൽ പ്രവർത്തിക്കുന്നവരായിരുന്നു. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലന് വിവരം ലഭിച്ചത് എപ്പഫ്രോത്തോസ് എന്നെ ശുശ്രൂഷിപ്പാൻ സഭയാൽ അയക്കപ്പെട്ടവനായി അവിടെ വന്നപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. അങ്ങനെ അത് കേട്ടിട്ട് തന്റെ ഹൃദയത്തിലുള്ള ഭാരം നിറഞ്ഞവനായി ദുഃഖത്തോടെ അതേ എഴുതുന്ന ലേഖനമാണ് ഈ ചിന്തയിൽ
പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തുവിൽ, അതായത് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുമ്പോൾ, 1-ഉം 2-ഉം വാക്യങ്ങൾ പറയുമ്പോൾ, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഏകസ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ക്രിസ്തുവിൽ എന്റെ സന്തോഷം പൂർണ്ണമാക്കൊള്ളുവീൻ എന്ന് പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇല്ല എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവർക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളാണ്? ക്രിസ്തുവിലുള്ള പ്രബോധനത്തിൽ, സ്നേഹത്തിന്റെ ആത്മാവിൽ, ആശ്വാസത്തിൽ, ആത്മാവിന്റെ കൂട്ടായ്മയിൽ, ആർദ്രതയിൽ, മനസ്സലിവിൽ, ഐക്യതയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇവയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ആണ് ഈ പറയുന്നത് സാരം. അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവർ എന്ത് ചെയ്യണം? കൂടി വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുമോ? അപ്പൊ ആദ്യ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ഈ വിശുദ്ധന്മാരെ, ദൈവവചനത്തെ സസന്തോഷം സ്വീകരിച്ച ഇവരെ, പീഡനങ്ങളിലും കർത്താവിന്റെ വേലയിൽ അത്യധ്വാനം ചെയ്ത ഇവരെ, പൗലോസ് കാരാഗ്രഹത്തിലായി നിറഞ്ഞ് അത്യാവേശത്തോടെ സുവിശേഷീകരണത്തിൽ വ്യാപൃതരായ ഇവരെ, പക്ഷേ കാലാനുക്രമത്തിൽ അവരുടെ സന്തോഷത്തിന് പാളിച്ചയുണ്ടായി. അവരിലെ പലർക്കും ആ പറയപ്പെട്ട അനുഭവങ്ങളിൽ തകരാറ് ഉണ്ടായി. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ പൗലോസ് അവരോട് ആവർത്തിച്ച് പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇത് നമ്മൾ ആ വാക്യത്തെ മാത്രം അടർത്തിയെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ പ്രവൃത്തിയിലൂടെയാണ്. പല ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട പല പാസ്റ്റേഴ്സിനോട്, പല ദൈവദാസന്മാർ സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനത്തോളം നമ്മള് സൂക്ഷിച്ചാൽ അങ്ങ് ചെല്ലും എന്ന് പറയും. അപ്പൊ അവസാനത്തോളം നമ്മൾ സൂക്ഷിച്ചിട്ട് അങ്ങ് ചെല്ലുക എന്നല്ല, അവസാനത്തോളം നമ്മളെ ദൈവം സൂക്ഷിച്ചിട്ട് നമ്മൾ അങ്ങ് ചെല്ലുകയാണ് എന്ന് അങ്ങനെ പറയുന്നത് കൊണ്ട് നിരുത്തരവാദപരമായ ഒരു ക്രിസ്ത്യ ജീവിതം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നല്ല വാക്കിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എങ്ങനെയും ജീവിക്കാം എന്നൊരു ഉപാധിയോ ഒരു വ്യാഖ്യാനമോ ഒരു വചനഭാഗമോ ഏതോ ദിവസം പറയുന്നില്ല. എങ്ങനെയും ജീവിക്കാം എന്നല്ല ക്രിസ്ത്യ ജീവിതം, വചനപ്രകാരം ജീവിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിപ്പീൻ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. വെയർഫോർ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇരിക്കുന്നത്. നിങ്ങളിലുള്ള രക്ഷയെ പ്രാവർത്തികമാക്കി കാണിപ്പീൻ എന്നാണ്. ഒരു വ്യക്തിയിലുള്ള രക്ഷയെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കി കാണിക്കുന്നത്? ക്രിസ്തീയ സ്നേഹം, ക്രിസ്തീയ ഐക്യത, ക്രിസ്തീയമായ ആശ്വാസം, സ്നേഹത്തിന്റെ ആർദ്രത, ഇതെല്ലാം ആ വിശ്വാസിയിൽ നിറഞ്ഞു തുളുമ്പുകയും അത് പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ട് വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ള രക്ഷയെ വാസ്തവത്തിൽ പ്രാവർത്തികമാകുന്നത്. ആ രക്ഷ നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ലഭിച്ച സന്തോഷം, ആശ്വാസം, സമാധാനം, ആർദ്രത, സ്നേഹം, ഐക്യതയുടെ ആത്മാവ്, ഇതിനെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾ പ്രവർത്തിച്ച് കാണിപ്പീൻ എന്നാണ് ഈ പറയുന്നതിന്റെ സാരം. അപ്പൊ രക്ഷയെ പ്രവൃത്തി രൂപത്തിലാക്കി കാണിക്കാൻ പറയുക. ഇപ്പൊ പല ആളുകളും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകുന്ന ചോദിച്ചാൽ, രക്ഷയുടെ യാതൊരു ചൈതന്യവും യാതൊരു സ്വഭാവവും അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണുന്നില്ല. കർത്താവ് എന്താ പറഞ്ഞ്? വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് അറിയാൻ സാധിക്കും. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് എങ്ങനെ നമുക്കറിയാൻ കഴിയുക? അവന്റെ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത് കാണും. വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നതെന്നും അവിടെ നമ്മൾ അനിന്ദരായും പരമാർത്ഥികളായും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം വെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യണമെന്നും അങ്ങനെ ജീവിതത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ഇടയാകൂ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത്. ഇതിനെ സഭയായുള്ള രക്ഷ അഥവാ വിശ്വാസികൾ ഒരുമിച്ചുള്ള ആത്മീക വർധന അല്ലെങ്കിൽ വളർച്ച എന്ന് പറയാം. അല്ലാതെ വ്യക്തിയുടെ ആത്മരക്ഷയെ കുറിച്ചല്ല അവിടുത്തെ പ്രതിപാദന വിഷയം. നാം രക്ഷിക്കപ്പെട്ടു എന്നതിനെ പ്രായോഗിക വശത്ത് സഭാജീവിതത്തിലൂടെ നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ഓട്ടത്തിൽ മരണത്തോളം ഓട്ടം നിർത്തുവാൻ പാടില്ല എന്നതിനെ കാണിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി രക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ ഓട്ടക്കളത്തില് അവൻ ഓടുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. അവസാനത്തോളം ആ ഓട്ടക്കളത്തിൽ അവൻ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്നത് രക്ഷയെ പ്രാപിപ്പാനല്ല, പ്രതിഫലത്തെ പ്രാപിപ്പാനാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമല്ലയോ? ആകയാൽ പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കുക എന്നാണ് പാട്ടുകാരനും പാടിയിട്ടുള്ളത്. പ്രിയരെ, വല്ലവരും വേറെ വിധമായി ചിന്തിച്ചാൽ എന്നത് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്ന ഭയമാണ്.
രക്ഷയുടെ പ്രമാണം ഓരോരുത്തർക്കും ഇഷ്ടം പോലെ നൽകപ്പെട്ട ഒന്നല്ല. രക്ഷയ്ക്ക് ഒരു പ്രമാണമേ ഉള്ളൂ: കൃപയാൽ, വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, മാനസാന്തരത്താൽ. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. എല്ലാവർക്കും 16 വാക്യത്തിൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രാപിച്ച പരിജ്ഞാനം രക്ഷയെക്കുറിച്ചുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ ഉയർക്കുമെന്ന് 1 കൊരിന്ത്യർ 15:52 വായിക്കുന്നു. 1 ദിവസം 5:10 അങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ ഈ വിശ്വാസികൾക്കെല്ലാം പൊതുവിൽ ഉള്ളതല്ലെന്നും പ്രാപ്തിക്കും പ്രായത്തിലെത്തിയവർക്കും റിട്ടയർമെന്റ് ഇല്ല എന്ന് ഓർത്ത് ജീവിതാന്ത്യത്തോളം ഓടുവാൻ തരുന്ന ചിന്തയാണ് ഇവിടുത്തെ പറയപ്പെടുന്ന നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിപ്പീൻ എന്നുള്ള വാക്ക് എന്നും. അല്ലാതെ നിങ്ങൾ പ്രവർത്തിച്ച് രക്ഷ പ്രാപിച്ച് ദൈവസ്ഥാനിൽ എത്തിച്ചേരണം അല്ല എന്നും വളരെ വ്യക്തമായി അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നു. എല്ലാ വാക്യങ്ങളും ഇതുപോലെ സംശയാസ്പദമായി തോന്നുന്ന പല വാക്യങ്ങളെയും സംശയമായി തോന്നുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് നമ്മളത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ വാക്കുകളെ എപ്പോഴും കോണ്ടെക്സ്റ്റുവലി ഇന്റർപ്രറ്റ് ചെയ്യണം. അതിന്റെ മുമ്പും പിറവും പറയപ്പെടുന്ന പശ്ചാത്തലം എന്താണ് പരിശോധിക്കണം. നമ്മൾ ഇന്ന് വായിക്കുന്ന പോലെ ഈ അധ്യായമോ വാക്യങ്ങളോ പാരഗ്രാഫോ വിഭജിച്ചല്ല ഇതൊന്നും എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഇവയൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ അതിന്റെ മുമ്പും അതിന്റെ പിറകിലുമുള്ള അതിന്റെ സമീപമുള്ള വാക്യങ്ങളും അവിടുത്തെ പ്രതിപാദന വിഷയവും എല്ലാം കൃത്യമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോഴാണ് ഒരു വിഷയത്തിന്റെ പൂർണ്ണമായ രൂപം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിന്റെ മൊത്തമായ പഠനവും രക്ഷയെ സംബന്ധിച്ചുള്ള ദൃഢമായിരിക്കുന്ന വെളിപ്പെടുത്തലുകളും വചനഭാഗങ്ങളും എല്ലാം സൂക്ഷ്മമായി നിബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത് നമ്മുടെ ആത്മരക്ഷയെ സംബന്ധിച്ച വിഷയമല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായിരുന്ന നാം എല്ലാവരും ഒന്നിച്ച് ജീവിച്ച് സഭയായി മുന്നേറുമ്പോൾ സഭയായി നമുക്ക് പ്രാപിക്കേണ്ട ആത്മീക വളർച്ചയും ആത്മീകമായിരിക്കുന്ന പ്രബുദ്ധതയും കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത് എന്ന് അനായാസേന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ. നമ്പർ 9995715708. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു.